ജിദ്ദയിലെ ഫലത്തിലുള്ള ഈ ചരിത്ര നഗരിക്ക് ഇന്ത്യയുടെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും വലിയൊരു കഥ പറയാനുണ്ട്. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ പ്രദേശത്തെ കെട്ടിടങ്ങളിലും മരങ്ങളിലുമെല്ലാം ഇന്ത്യയുടെ ഗന്ധമുണ്ട്. പ്രധാന സന്ദർശന കേന്ദ്രങ്ങളിലൊന്നായ നൂർവാലി മന്ദിരമാണ് അതിലൊന്ന്. ഇന്ത്യയിലെ ഗുജറാത്തിൽ നിന്ന് ഹിജാസിലേക്ക് കുടിയേറിയ അബ്ദുൽ ഖാദർ നൂർവാലിയുടെ കുടുംബം പണിതുയർത്തിയ ഈ കെട്ടിടം അക്കാലത്തെ വാണിജ്യ പ്രതാപത്തിന്റെ സാക്ഷ്യപത്രമാണ്. ഈ ഭാഗത്തെ വീടുകളുടെയും അവയുടെ ഉടമസ്ഥരുടെയും ചരിത്രം അബ്ദുൽ ഖാദർ നൂർവാലി കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിക്കുന്നതിൽ ഈ രേഖകൾ വലിയ പങ്ക് വഹിച്ചു. വലതിലെ ഏറ്റവും പ്രശസ്തമായ നസീഫ് ഹൌസിന് മുന്നിലെത്തിയാൽ ഒരു വലിയ മരം കാണാം. കത്തുന്ന വെയിലിൽ തണലേകുന്ന ഈ വേപ്പ് മരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാണ്. But look at this tree. It's actually a neem tree, as it's famous in India. The BO or the address of this house, the house in front of it, a tree. Imagine, there are no house in this city, in front of it a tree except this house. വലതിലെ പുരാതന നിർമ്മിതികളിൽ ഉപയോഗിച്ചിരിക്കുന്ന തടികളിലേക്ക് ശ്രദ്ധിച്ചാൽ അവയിൽ പലതും ഇന്ത്യയിൽ നിന്ന് കടൽ കടന്നെത്തിയതാണെന്ന് കാണാം. പ്രശസ്തമായ ഷാഫി മസ്ജിദിലും പഴയ കെട്ടിടങ്ങളിലും ഉറപ്പോടെ നിൽക്കുന്ന തേക്കുതടികൾ മലബാറിൽ നിന്നും മറ്റും കപ്പൽ വഴി എത്തിയതാണ്. The doors, for example, if you see the doors and the columns are given as a gift by an Indian female merchant who came for Hajj and gave it as a gift. You see the Indian flower on it and the Indian carving and design art. This is from India. കടൽ മാർഗം ഹജ്ജിനെത്തിയിരുന്ന ഇന്ത്യൻ തീർത്ഥാടകർ കപ്പലിറങ്ങി തമ്പടിച്ചിരുന്ന സ്ഥലമുണ്ട് വലതിൽ. അന്ന് അവർ പ്രാർത്ഥനയ്ക്കായി ആശ്രയിച്ചിരുന്ന പള്ളി മസ്ജിദുൽ ഹുനൂദ് അഥവാ ഇന്ത്യൻ പള്ളി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നത് മസ്ജിദ് അബൂബക്കർ എന്ന പേരിൽ അറിയപ്പെടുന്നുവെങ്കിലും ആ ചുവരുകളിൽ ഇപ്പോഴും പഴയ തീർത്ഥാടകരുടെ സ്മരണകളുണ്ട്. ചരിത്രം മാത്രമല്ല, വർത്തമാനകാലത്തെ ബോളിവുഡ് വിസ്മയങ്ങളും പലതിനെ പ്രിയപ്പെട്ടതാക്കുന്നു. സൂപ്പർ താരം ഷാറൂഖ് ഖാൻ അഭിനയിച്ച ഡങ്കി എന്ന സിനിമയിലെ ചില രംഗങ്ങൾ ചിത്രീകരിച്ചത് ഇവിടുത്തെ പുരാതന കെട്ടിടങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും ആധുനിക സിനിമയുടെ തിളക്കവും ഒത്തുചേരുന്ന വലത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ സന്ദർശിക്കാവുന്ന ഒരിടമായി ഇന്നും നിലകൊള്ളുന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രവും പഴമയുടെ പ്രൗഢിയും ഒട്ടും ചോരാതെ കാത്തുസൂക്ഷിക്കുന്നു ഈ നഗരം. സൗദിയുടെ ചരിത്രത്തിലേക്കുള്ള ഒരു തുറന്ന പുസ്തകമാണ് ഈ പ്രദേശം. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.